പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് പകൽക്കാലം പിന്നെയും ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ചായിരിക്കുവാൻ, കർത്താവിൻ്റെ വചനം പഠിക്കുവാനായിട്ട്, ദൈവത്തിൻ്റെ വചനം പഠിക്കുവാനായിട്ട് ദൈവം നമുക്ക് നന്നായി നല്ല സഹവാസത്തെ ഓർത്ത് കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം പഠിക്കുന്നത്, ധ്യാനിക്കുന്നതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹവും വിടുതലുമാണല്ലോ. ദൈവവചനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മോട് സംസാരിക്കുവാനായിട്ട് കഴിയും. അത് നമ്മളെ ജീവിതത്തിൽ ബലപ്പെടുത്തുവാനായിട്ട്, കർത്താവ് ഉറപ്പിക്കുവാനായിട്ടൊക്കെ സഹായിക്കുന്ന ദൈവത്തിൻ്റെ വചനം, ജീവനും ചൈതന്യമുള്ള ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും അത് ദൈവവചനം ധ്യാനിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ചൈതന്യമായിട്ട് ജീവനായിട്ടൊക്കെ തീരേണ്ടതിന് വേണ്ടിയിട്ട് വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ 2 കൊരിന്ത്യർ ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. തുടർന്നുള്ള ഭാഗം ഇന്ന് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. 7-ാമത്തെ വാക്യവും അത് തുടർന്നുള്ള വാക്യങ്ങളും അതിൻ്റെ 11 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. ഈ 7-ാമത്തെ വാക്യം തൊട്ട് നാം 7-ാമത്തെ വാക്യം കഴിഞ്ഞ ദിവസം ചിന്തിച്ചതാണ്. കർത്താവിലുള്ള കോൺഫിഡൻസിനെ കുറിച്ചും ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചുമാണ് കഴിഞ്ഞ ആഴ്ച നാം കേട്ടത്. എന്നാൽ ഈ സാഹചര്യങ്ങളിലൂടെ വളരെ വലിയ പ്രതികൂലങ്ങൾ പൗലോസിന്റെ ജീവിതത്തിൽ ആഞ്ഞടിച്ചപ്പോൾ ആ പ്രതികൂലങ്ങളെ താൻ എങ്ങനെ നേരിട്ടു എന്നതിനെ കുറിച്ചാണ് ഈ വാക്യത്തിൽ ദൈവസഭയ്ക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് തീരും. 1-2 കാര്യങ്ങൾ എന്നെ ചിന്തിപ്പിച്ചത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നു. 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഐ തിങ്ക് യു ought to know, dear brothers and sisters, about the trouble we went through in province of Asia. ആസിയയിൽ ഞങ്ങൾക്ക് നേരിട്ട കഷ്ടം നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പൗലോസിന്റെ ജീവിതവും കൊരിന്ത്യ സഭയുടെ പശ്ചാത്തലവും ഒക്കെ നാം കഴിഞ്ഞ ആഴ്ചകളിൽ ശ്രദ്ധിച്ചു. അപ്പോൾ അതൊരു ഒന്ന് ചിന്തിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പലപ്പോഴും ഈ മിനിസ്ട്രിയുടെ കഷ്ടപ്പാട്, അല്ലെങ്കിൽ ഇന്ന് ക്രിസ്തീയ ലോകത്തിലെ ചില പ്രിയപ്പെട്ടവർ വളരെ പെയിനിലൂടെ കടന്നു പോകുന്നു, മറ്റ് പ്രിയപ്പെട്ടവർക്ക് ഇതിനെക്കുറിച്ചൊന്നും ഒരു ബോധ്യവുമില്ലാതെ കഴിഞ്ഞു പോകുന്നു. അങ്ങനെയല്ല ഒരു ദൈവസഭയിൽ ഇതെല്ലാം ഒരു ഷെയർഡ് റെസ്പോൺസിബിലിറ്റിയാണ്. മിനിസ്ട്രിയും ഇവാഞ്ചലിസവും എല്ലാം ഒരു ഷെയർഡ് റെസ്പോൺസിബിലിറ്റിയാണ്. ഇപ്പോൾ ഒരു സൈഡിൽ അങ്ങ് അടിച്ചുപൊളിയും 2-ാമത്തെ സൈഡിൽ അങ്ങ് കഷ്ടവും അങ്ങനെയല്ല. പൗലോസ് പറയാൻ ഇത് നിങ്ങളും കൂടെ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാര്യം ഞങ്ങളുടെ കഷ്ടം, സുവിശേഷ നിമിത്തം ഉണ്ടായ കഷ്ടം, ഒരിക്കലും കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ശ്രദ്ധിച്ചതുപോലെ പൗലോസ് ഒരു പച്ചയായ മനുഷ്യനായിട്ടാണ് ഈ 2 കൊരിന്ത്യർ ലേഖനത്തിൽ തന്റെ കഷ്ടങ്ങൾ, തന്റെ ഫീലിങ്സ് ഒക്കെ വളരെ ക്ലിയർ ആയിട്ട് ആ സഭയെ അറിയിക്കുന്നത്. അത് സഭ അറിയേണ്ടത് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യം. ഇപ്പൊ ഈ കാലഘട്ടത്തിൽ നമുക്ക് പറ്റുന്ന ഒരു ചലഞ്ച്, നമ്മൾ പലപ്പോഴും ഈ മീറ്റിങ്ങിലൊക്കെ വരുമ്പോൾ നമ്മളൊരു സ്റ്റേജ് പെർഫോമൻസ് ആയിട്ട്, അല്ലെങ്കിൽ പെർഫോമൻസിനേക്കാൾ ഉപരിയായി നമ്മുടെ വാക്കുകളൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ചാണ് ഉപയോഗിക്കുന്ന കാര്യം. ഓൺലൈനുണ്ട്, ലൈവായിട്ട് പോകുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം വളരെ പോളിഷ്ഡ് ആയിട്ടുള്ള വാക്കുകൾ, പോളിഷ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ പലപ്പോഴും പറയുന്നതൊക്കെ വലിയ കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ, ഒരു സൈഡ് മാത്രമേ നമ്മൾ പറയത്തുള്ളൂ. ഈ പറയുന്ന റിയൽ ആയിട്ടുള്ള ദൈവസഭ അറിയേണ്ടതായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പം പൗലോസിന്റെ ഈ ഒരു ആ ഒരു വാക്യത്തിൽ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ചിന്ത ഞാൻ നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. അതൊരു ബൈബിൾ സ്റ്റഡി ആയിട്ടൊന്നും ഒരുപക്ഷെ ചിന്തിക്കണമെന്നില്ല, എൻ്റെ ഒരു കോൺടെസ്റ്റ് ഒന്നും അല്ല ഞാൻ പറഞ്ഞത്. എന്നാലും ആ ദൈവദാസന്റെ ആ ഒരു ഹൃദയം ആ വാക്യം വായിച്ചപ്പോൾ എന്നെ ടച്ച് ചെയ്യുവാനായിട്ട് ഇടയായത് അതാണ്. താൻ ഓപ്പൺ ആയിട്ട് ദൈവസഭയോട് പറയുകയാണ് ഈ കാലഘട്ടത്തിലും അത് ഏറ്റവും ആവശ്യമാണെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ മിനിസ്ട്രിയിലെ കഷ്ടപ്പാടും ഈ ദൈവദാസന്മാർ പോകുന്ന ആ ഒരു ഇതിനെക്കുറിച്ചുമൊക്കെ ദൈവസഭ അറിഞ്ഞിരിക്കണം. അതെല്ലാ പ്രിയപ്പെട്ടവരുടെയും ഒരു ഷെയർഡ് റെസ്പോൺസിബിലിറ്റി ആയിരിക്കണം. അതിനകത്ത് 9-ാമത്തെ വാക്യം ഈ കഷ്ടപ്പാടുകളിലേക്ക് എങ്ങനെയാണ് അതിജീവിച്ചതെന്നുള്ളത് പൗലോസ് പറയുന്നുണ്ട്. ഇത് ഞങ്ങളെ പഠിപ്പിച്ചൊരു പാഠം. അതിനകത്ത് എഴുതിയിരിക്കുന്നു, indeed we felt we were under the sentence of death in order that we would not trust in ourselves. ഇപ്പൊ നമ്മുടെ പൗലോസിന്റെ ജീവിതത്തിൽ താൻ മരണത്തിന്റെ വക്കിലെത്തിയപ്പോൾ ഒരു കാര്യം തന്നെ ജീവിതത്തിൽ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇത് നമ്മളെ പഠിപ്പിച്ച ഒരു കാര്യം, സ്റ്റോപ്പ് റിലേയിങ് ഓൺ അവർ സെൽഫ്. നമ്മുടെ കഴിവിൽ, നമ്മുടെ പരിധികളിൽ, നമ്മുടെ പരിമിതികളിൽ, നമ്മുടെ റിസോഴ്സസിലൊക്കെ ആശ്രയിക്കുന്നത് നിർത്തി. സ്റ്റോപ്പ് റിലേയിങ് ഓൺ അവർ സെൽഫ് ആൻഡ് ലേൺ ടു റിലേ ഓൺ ഗോഡ്. ഞാൻ എൻ്റെ ബൈബിളിൽ അത് അണ്ടർലൈൻ ചെയ്തൊരു കാര്യമാണ്, ലേൺ ടു റിലേ ഓൺ ഗോഡ്. നമുക്കെല്ലാം അറിയാം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ പൗലോസിന് ഇത് നേരത്തെ അറിഞ്ഞൂടായിരുന്നു, നമ്മളെക്കാൾ മനുഷ്യനേക്കാൾ ദൈവത്തിൽ വിശ്വസിക്കണമെന്നുള്ളത്? പൗലോസിന് അതൊരു പുതിയ അറിവൊന്നുമല്ല. പക്ഷേ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ അതിന്റെ ഡെപ്തിലേക്ക് തന്നെ നയിച്ചു എന്നുള്ളതാണ്. ഇറ്റ്സ് എ കണ്ടിന്യൂസ് ലേണിംഗ്. നമ്മുടെ ഓരോ ജീവിതത്തിൽ ഓരോ അനുഭവങ്ങളിലൂടെ പോകുമ്പോൾ നമ്മൾ ദൈവത്തെ അന്നറിഞ്ഞതിനേക്കാൾ, അല്ലെങ്കിൽ മുന്നറിഞ്ഞതിനേക്കാൾ നമ്മൾ കൂടുതൽ ദൈവത്തെ അറിയുവാനായിട്ട് ഇടയാക്കുക. അത് ഏറ്റവും കൂടുതൽ നാം അറിയുന്നത്, താൻ പറഞ്ഞതുപോലെ മരണത്തോട് അടുത്ത് വന്നു എന്നറിയുമ്പോഴാണ് നമ്മളുടെ ശരീരത്തിനും നമ്മുടെ കഴിവിനും ഒക്കെ പരിമിതികളുണ്ടെന്നും ദൈവത്തെ കൂടുതൽ ആശ്രയിക്കുവാൻ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഓരോ വ്യക്തിയിൽ ഉണ്ടാകുന്നത്. ഈ സ്റ്റോപ്പ് റിലേയിങ് ഓൺ അവർ സെൽഫ് ആൻഡ് ലേൺ റിലേ ഓൺലി ഓൺ ഗോഡ്. 1-2 വാക്യങ്ങൾ അവിടെ അണ്ടർലൈൻ ചെയ്യണം. ഒന്ന്, ദൈവത്തിൽ മാത്രം
only learn to rely only on God. ചാനലുകളിലും റിസോഴ്സസിലും ഒക്കെ നമ്മൾ ആശ്രയിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം പഠിപ്പിക്കുന്ന വലിയൊരു പാഠമാണ്. ഒരു സ്റ്റേജിൽ, നമ്മുടെയൊക്കെ ലൈഫിലെ ഒരു സ്റ്റേജിൽ, ഒരു പക്ഷേ അത് ടുവേഴ്സ് എൻഡ് ആയിരിക്കും, നമ്മൾ റിയലൈസ് ചെയ്യുന്ന ഒരു കാര്യം, അന്ന് വരെ നമ്മുടെ തലയ്ക്കകത്ത് കിടന്ന ഒരു അറിവ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പൂർണ്ണമായിട്ടും അത് നമ്മുടെ ഹൃദയത്തിൽ തട്ടി നമുക്ക് പറയുവാൻ പറ്റുന്ന ഒരു കാര്യം, ദൈവത്തിൽ മാത്രം ആശ്രയിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ അതാണ് 9ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത്. അപ്പം സം സിറ്റുവേഷൻസ് ആർ ടീച്ചിങ് യു നോട്ട് ടു റിലേ ഓൺ യുവർ സെൽഫ്. മറ്റു കൂട്ടുകാരിലോ റിസോഴ്സസിലോ അല്ലെങ്കിൽ നമ്മുടെ ഒന്നിലും ആശ്രയിക്കാതെ എല്ലാത്തിലേക്കാൾ ഉപരിയായി ആശ്രയിക്കുവാൻ കഴിയുന്ന ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ, അത് ദൈവം എന്നുള്ള വലിയൊരു തിരിച്ചറിവ്. 10ാമത്തെ വാക്യത്തില് എഴുതിയിരിക്കുന്നത് ഹി വിൽ റെസ്ക്യൂ അസ് അഗെയിൻ. 10ാമത്തെ വാക്യത്തില് നാം അവിടെ കാണുന്ന ഒരു 3 ടെൻസ് ഇവിടെ കാണുന്നുണ്ട്. ഒന്ന്, കഴിഞ്ഞ കാലങ്ങളിൽ എന്നെ വിടുവിച്ചു, ഇന്നും വിടുവിക്കുവാനായിട്ട് അവൻ ശക്തനായ ദൈവമാണ്, ഇനിയും വരാനുള്ള വിഷയങ്ങളിലും ദൈവം എന്നെ വിടുവിക്കും. ഡെലിവേർഡ്, ഡെലിവറിങ്, എറ്റ് ഡെലിവർ. ഇപ്പൊ എല്ലാ കാലത്തും ആശ്രയിക്കുവാൻ കഴിവുള്ള ഒരേ ഒരു ദൈവം മാത്രമേ ഉള്ളൂ, ഒരേ ഒരു ആങ്കർ പോയിന്റ് മാത്രമേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. ആ ദൈവത്തിലുള്ള ആശ്രയത്തെക്കുറിച്ച് പൗലോസ് പിന്നെയും അവിടെ അടിവരയിട്ട് പറയുന്നു. അപ്പൊ ദൈവത്തിലുള്ള തന്റെ ആശ്രയം ഈ ഭാഗത്തിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഇതൊക്കെ പറഞ്ഞപ്പോഴും ഒരു കാര്യം വിട്ടുപോകാത്ത ഒരു കാര്യം, ഒന്ന് പ്രാർത്ഥന. ഹി ഹെൽപ്പ് us ബൈ യുവർ പ്രയേഴ്സ്. ദൈവജനത്തിന്റെ പ്രാർത്ഥന, ദൈവസഭയുടെ പ്രാർത്ഥന, അത് ദൈവദാസന്മാർക്ക് പരസ്പരമുള്ള പ്രാർത്ഥന, കൂട്ടുവിശ്വാസികൾക്കൊക്കെ എത്രത്തോളം ഹെൽപ്ഫുൾ ആണെന്നുള്ള കാര്യം, എത്രത്തോളം പവർഫുൾ ആണെന്നുള്ള കാര്യം ഇവിടെ പറയുന്നു. ആസ് യു ഹെൽപ്പ് us ബൈ യുവർ പ്രയേഴ്സ്. നിങ്ങൾക്ക് ആരെങ്കിലും സഹായിക്കാൻ ഏറ്റവും വലിയ സഹായം അത് പ്രാർത്ഥനയുടെ സഹായമാണ്. അതിൽ വലിയൊരു സഹായം ഇല്ല. പ്രത്യേകിച്ചും ശുശ്രൂഷ ചെയ്യുന്നവർക്ക്, വാസ്തവമായ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് അവർക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. ഫൈനാൻഷ്യൽ ഈ സപ്പോർട്ടിനേക്കാളും ഒക്കെ എത്രയോ മടങ്ങ് വലുതാണ് പ്രാർത്ഥനയിൽ ഒരാൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നെന്നുള്ള ഒരു വിശ്വാസം. പ്രൈസ് ലോർഡ്. അത് പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ദൈവത്തിന്റെ സഭയിൽ നിന്നാണ്. അത് ഈ കാലഘട്ടങ്ങളിൽ അത് വളരെ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. അത് കുറയുന്നത് കാരണമാണ് പല ദൈവദാസന്മാരും അവര് വീണു പോകുന്നു. പല ദൈവദാസന്മാരും അവർക്ക് എഫക്റ്റീവായിട്ട് ശുശ്രൂഷിക്കുവാനായിട്ട് കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു. ദൈവസഭ എത്രത്തോളം വിശ്വസ്തയോടുകൂടി ആ ഒരു വിഷയത്തിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഉത്തരവാദിത്തം ചെയ്യുമോ എന്നുള്ളത് നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. അപ്പൊ പ്രയർ ഈസ് ദ ജെന്യൂൻ പാർട്ട്ണർഷിപ്പ്. അപ്പൊ നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ സഭയിലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ ഇന്റർസെസേഴ്സ് ഒരുപാട് പേര് എണീക്കണം. ഇന്റർസീഡ് ചെയ്യുന്ന ഒരുപാട് പേര് ദൈവസഭയിൽ ഉണ്ടായിരിക്കണം. അത് ഏറ്റവും ഒരു സഭയ്ക്ക് അനുഗ്രഹമാണ്. എത്ര പൈസ കൊണ്ടുവന്നിട്ടും കാര്യമില്ല, എത്ര റിസോഴ്സസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. പ്രാർത്ഥിക്കുന്നവരില്ലെങ്കിൽ ദൈവസഭ വളരത്തില്ല. പ്രാർത്ഥിക്കുന്നവരില്ലെങ്കിൽ ദൈവസഭ അതിൻ്റെതായ ഡയറക്ഷനിൽ, ദൈവം ആഗ്രഹിക്കുന്ന ഒരു ഡയറക്ഷനിലേക്ക് നമുക്ക് പോകാനായിട്ട് കഴിയത്തില്ല. അപ്പൊ അത് വളരെ ഈ ഒരു വിഷയത്തിന്റെ എല്ലാ നടുവിൽ പൗലോസ് എംഫസൈസ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. യു ആർ ഹെൽപ്പിംഗ് us by praying for us, then many people will give thanks because God has graciously answered so many prayers for our safety. പൗലോസിന്റെ ഈ കഷ്ടപ്പാടുകൾ തന്നിലുണ്ടാക്കിയ സഹിഷ്ണുതയെക്കുറിച്ച് ഈ വാക്യത്തിൽ ഈ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നാം കണ്ടു. ഈ സഹിഷ്ണുതയിൽ നിന്ന് അത് കണ്ടു. ഈ സെൽഫ് റിലയൻസിൽ നിന്ന് കർത്താവിൽ മാത്രം ആശ്രയിക്കുന്ന ആ ഒരു ഡിപ്പെൻഡൻസിനെ കുറിച്ച് നമ്മൾ ഈ ഭാഗത്തിൽ കാണുവാനായിട്ടിടയായി. അതിനുശേഷം ഈ പ്രാർത്ഥന, ഈ 11ാമത്തെ വാക്യം അവസാനിപ്പിക്കുന്നത് അതൊരു ആരാധനയിലാണ്. പ്രാർത്ഥനയും ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു ഭക്തന്റെ ജീവിതത്തിൽ എപ്പോഴും സംഭവിക്കുന്ന അല്ലെങ്കിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് ആരാധന. അത് വളരെ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് ആ 11ാമത്തെ വാക്യം അവസാനിക്കുന്നത്. ഇനി 12 തൊട്ട് 14 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. 12ാമത്തെ വാക്യം വായിച്ചു. ഞങ്ങൾ ലോകത്തിൽ വിശേഷാൽ നിങ്ങളോട് ജഡജ്ഞാനത്തിലല്ല ദൈവകൃപയിൽ അത്രേ ദൈവം നൽകുന്ന വിശുദ്ധിയിലും നിർമ്മലതയിലും പെരുമാറിയിരിക്കുന്നു എന്ന് ഞങ്ങളുടെ മനസാക്ഷിയുടെ സാക്ഷ്യം തന്നെ ഞങ്ങളുടെ പ്രശംസ. ഇവിടെ ഈ ഒരു ഇൻട്രൊഡക്ഷനും ബെനഡിക്ഷനും ഒക്കെ കഴിഞ്ഞ് പൗലോസ് ഇനി ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയത്തിൽ, കാര്യം തന്നെ കുറ്റം വിധിക്കുന്ന, തന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു ഭാഗം ആൾക്കാർ കൊരിന്ത്യ സഭയിൽ ഉണ്ടായിരുന്നു. അപ്പം അവരോട് പൗലോസ് തന്നെ ഡിഫെൻഡ് ചെയ്ത് എഴുതിയിരിക്കുന്ന ചില കാര്യങ്ങളാണ് തുടർന്നുള്ള വാക്യങ്ങളെ നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. 12 മുതൽ 14 വരെ ഉള്ളത്. പോൾ ഡിഫെൻഡ് ഹിംസെൽഫ് ഇൻ ക്രിറ്റിസിസം ഹി ഫേസസ്. ഇറ്റ്സ് എ ജനറൽ ഡിഫെൻസ് ആണ്. ഹിസ് ഇന്റഗ്രിറ്റി ആൻഡ് മിനിസ്ട്രി. മിനിസ്ട്രിയിൽ താൻ എത്രത്തോളം
വിശ്വസ്തനായിരുന്നു, തന്റെ ഇന്റഗ്രിറ്റി എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് 12ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത്. അവർ കോൺഷ്യസ്നസ് ടെസ്റ്റിഫൈസ് ദാറ്റ് വി ഹാവ് കണ്ടക്റ്റഡ് അവർ സെൽഫ് ഇൻ ദ വേൾഡ്. അപ്പം ഒരു ദൈവദാസന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്റെ മനസാക്ഷി. അപ്പൊ തന്റെ മനസാക്ഷി തന്നെ കുറ്റം വിധിക്കുന്നു എന്നുള്ളത് താൻ ആദ്യം ടെസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം. കാര്യം ദൈവസഭയിൽ ഒരുപാട് പേരുണ്ടെങ്കിൽ എല്ലാവരും ഒരുപോലെ ചിന്തിക്കുന്നവരല്ല ആയിരിക്കത്തില്ല. പല രീതിയിൽ ചിന്തിക്കുന്നവരാണ്. അവരൊരു പക്ഷേ നിങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ പോലും അവരുടെ മനസ്സിലും ഒക്കെ ചിലപ്പോൾ ആ ദൈവദാസനെ കുറിച്ച് പരാതികൾ ഉണ്ടായിരിക്കാം. ഈ പരാതികളൊക്കെ നമ്മൾ അറിയുകയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ നാം പരിശോധിക്കേണ്ട, നമ്മളെല്ലാം ഒരു ലീഡറാണെങ്കിൽ നമ്മളെല്ലാവരും ദൈവം ഒരു ലീഡർഷിപ്പ് സ്ഥാനത്താണ് വെച്ചിരിക്കുന്നത്. അപ്പോഴെല്ലാം നാം ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മുടെ കോൺഷ്യസ്, നമ്മുടെ മനസ്സാക്ഷി നമ്മളെ കുറ്റം വിധിക്കുന്നു എന്നുള്ളത് കാര്യം മനസ്സിലാക്കണം. അപ്പം 12ാമത്തെ വാക്യത്തിൽ എങ്ങനെയായിരിക്കുന്നത്? വി ക്യാൻ സേ വിത്ത് കോൺഫിഡൻസ്. എന്താണ് തന്റെ കോൺഫിഡൻസ്? താൻ ഇവിടെ പോസ്റ്റ് ചെയ്ത് എഴുതിയിരിക്കുന്നത്, ആൻഡ് ക്ലിയർ കോൺഷ്യസ്നസ് വി ഹാവ് ലീവ്ഡ് വിത്ത് എ ഗോഡ് ഗിവൺ ഹോളിനെസ് ആൻഡ് സിൻസിയാരിറ്റി ഇൻ ഓൾ അവർ ഡീലിങ്സ്. ഇത് എസ്പെഷ്യലി തന്റെ ഫൈനാൻഷ്യൽ സപ്പോർട്ട്, ഫൈനാൻഷ്യൽ ഏരിയയെ കുറിച്ച് വളരെ ക്ലിയർ ആയിട്ട് താൻ പറയുന്നു. ഈ ഫൈനാൻഷ്യൽ കാര്യങ്ങളെ ഇന്നും ദൈവസഭയിൽ അതിനകത്ത് വളരെ ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. ആ കാര്യങ്ങൾ വളരെ കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യണം. നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും വെളിയിലുള്ള ആൾക്കാർ ഈ ഒരു വിഷയത്തിലായിരിക്കും ഏറ്റവും അധികം ദൈവസഭയെ കുറ്റം പറയുന്നത്, അല്ലെങ്കിൽ ദൈവദാസന്മാരെ കുറ്റം പറയുന്നത്. ആ ഒരു കാര്യത്തിൽ വളരെ സെൻസിറ്റീവ് ആയിരിക്കണം എന്നുള്ള കാര്യം ഇവിടെ പൗലോസ് സഭയെ പഠിപ്പിക്കുന്നു. He was sensitive to the financial support in the region of Macedonia and Achaia. അപ്പോസ്തല പ്രവൃത്തികൾ 23-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഒന്ന് വായിക്കാം. പൗലോസ് ന്യായാധിപ സംഘത്തെ ഉറ്റുനോക്കി, സഹോദരന്മാരെ, ഞാൻ ഇന്നേ ദിവസത്തോളവും കേവലം നല്ല മനസാക്ഷിയോടും കൂടി ദൈവത്തിന്റെ മുമ്പാകെ നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പൗലോസിന്റെ എല്ലായിടവും തന്റെ ഡിഫൻസിൽ താൻ പറയുന്ന ഒരു കാര്യം തന്റെ ഒരു ക്ലിയർ കോൺഷ്യൻസ് എന്നുള്ള ഒരു വിഷയമാണ്. വേറെ ഏതിനേക്കാളും പ്രധാനപ്പെട്ട ഒരു കാര്യം, ആരെന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഒരു മനസാക്ഷി അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം മനസാക്ഷിക്ക് ചെയ്തുകൂടാത്ത, അല്ലെങ്കിൽ ആ മനസാക്ഷി പ്രകാരം നാം ഒരിക്കലും കുറ്റക്കാരാകരുത്. മനസാക്ഷി അനുവദിക്കാത്ത ഒരു കാര്യത്തിലും ദൈവദാസന്മാര് ഒരു തരത്തിലും ആരൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്താലും അതിനകത്തോട്ട് പോകരുതെന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കട്ടെ. ഇനി 2 കൊരിന്ത്യർ അതിന്റെ 2-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം. ഞങ്ങൾ ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കുന്ന അനേകരെ പോലെയല്ല, നിർമ്മലതയോടും ദൈവത്തിന്റെ കൽപ്പനയാലും ദൈവസന്നിധിയിൽ ക്രിസ്തുവിൽ സംസാരിക്കുന്നു. 2ാമത്തെ പൗലോസിന്റെ ഒരു ഡിഫൻസ് പറയാണ്, ഈ ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ അവർ ആ കൂട്ടിച്ചേർക്കുന്നതിന്റെ അവർക്ക് വേറെ അതിനകത്തുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ ഫൈനാൻഷ്യൽ ബെനിഫിറ്റ് ആണ്. ഇപ്പൊ ഫൈനാൻഷ്യൽ ബെനിഫിറ്റ് കൊണ്ട് കൂട്ടിച്ചേർക്കുന്നവരല്ല. ആ കാര്യത്തിലും താൻ മനസാക്ഷിക്ക് അനുസരിച്ച് ശുശ്രൂഷിച്ചിരുന്ന വ്യക്തികളാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്നും നമ്മുടെ ശുശ്രൂഷകൾ ഒരുപക്ഷെ ജനത്തിന് ഇഷ്ടപ്പെടണമെന്നില്ല, അതിനകത്ത് യാതൊരു കുഴപ്പമില്ല. നമ്മൾ പ്രസംഗിക്കുന്ന പ്രസംഗം മറ്റുള്ളവർ ഇഷ്ടപ്പെടണമെന്നോ കൈയടിക്കണമെന്നോ അതുകൊണ്ട് നാളെ നമ്മളെ വിളിക്കണമെന്നോ ഒന്നും നിർബന്ധമില്ല. പക്ഷെ ഒരു കാര്യത്തിൽ നിർബന്ധം കാണണം. എന്താണ്? നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ദൈവവചനത്തിൽ ഒന്നും കൂട്ടാനോ കുറയ്ക്കാനോ പോകരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാ നമ്മളോട് പറയുന്നത് സംസാരിക്കുക, അല്ലെങ്കിൽ ദൈവവചനത്തിന്റെ വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് സംസാരിക്കുക. മറ്റുള്ളവരെ എൻകറേജ് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. എന്ന് ചില ആൾ കൂടത്തുമില്ല, ഇനി കൂടിക്കഴിഞ്ഞാൽ അവരുടെ നിൽക്കത്തുമില്ല. അങ്ങനെ നിന്നിട്ടൊരു പ്രയോജനമായിട്ട് ഇല്ലാതാണ്. അതുകൊണ്ട് പൗലോസ് പറയാണ്, ഞാൻ ഒരു കാര്യത്തിലും അങ്ങനെയുള്ള ആൾക്കാരുണ്ടായത് കൊണ്ടാണല്ലോ തനിക്കത് പറയേണ്ടതായിട്ട് വന്നത്. അപ്പൊ ഇങ്ങനെ ദൈവവചനത്തിൽ കൂട്ടിച്ചേർത്തിട്ടില്ല. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 14 തൊട്ട് 17 വരെയുള്ള വാക്യങ്ങൾ. എങ്കിലും എന്റെ കഷ്ടതയിൽ നിങ്ങൾ കൂട്ടായ്മ കാണിച്ചത് നന്നായി. ഫിലിപ്പിയരെ, സുവിശേഷ ഘോഷണത്തിന്റെ ആരംഭത്തിൽ ഞാൻ മക്കതോനിയയിൽ നിന്ന് പുറപ്പെട്ടാറെ നിങ്ങൾ മാത്രമല്ലാതെ ഒരു സഭയും വരവ് ചിലവ് കാര്യത്തിൽ എന്നോട് കൂട്ടായ്മ കാണിച്ചില്ല എന്ന് നിങ്ങളും അറിയുന്നു. തെസ്സലോനിക്കയിലും എന്റെ ബുദ്ധിമുട്ട് തീർപ്പാൻ നിങ്ങൾ 1-2 വട്ടം അയച്ചു തന്നുവല്ലോ. ഇതപ്പോ മതി. പൗലോസ് പിന്നെയും പറയാണ്, പൗലോസിന് ലഭിച്ച കാര്യത്തിലെ അതിന്റെ വരവ് ചിലവ് കണക്കുകള് ഇതൊക്കെ വളരെ കൃത്യമായിട്ടായിരുന്നു. പൗലോസിന്റെ ശുശ്രൂഷയിൽ അറിയാൻ തന്നെ സ്വയമായിട്ട് അധ്വാനിച്ചാണ് താൻ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇതെല്ലാവരും താൻ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത് തനിക്ക് ലഭിച്ചത്, തനിക്ക് ഇന്ന സമയത്ത് കിട്ടിയ സപ്പോർട്ട്, ഏതൊക്കെ സഭ സപ്പോർട്ട് ചെയ്തു, ഈ കാര്യങ്ങളിലൊക്കെ വളരെ ട്രാൻസ്പെറന്റ് ആയിരുന്നു എന്നുള്ള കാര്യം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ 1 തെസ്സലോനിയൻസ് അതിന്റെ ചാപ്റ്റർ 2 വേഴ്സ് 9 അതെവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ഡോണ്ട് യു റിമെമ്പർ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഹൗ ഹാർഡ് വി വർക്ക്ഡ് അമോങ് യു നൈറ്റ് ആൻഡ് ഡേ വി ടോയിൽ ടു ഏൺ the living so that we would not be burdened to any of you as we preached God's good news to you. ദൈവവചനം നിങ്ങൾക്ക് ഒരു ഭാരമായി തീരാതിരിക്കാൻ, ദൈവസഭയ്ക്ക് ഒരു ഭാരമായി തീരാതിരിക്കാൻ പലത് പറയുന്നു, ഞാൻ അധ്വാനിച്ചു, രാവും പകലും അധ്വാനിച്ചു. എന്തിനാണെന്ന് ചോദിച്ചാൽ എന്നിട്ടാണ് നിങ്ങളോട് ദൈവവചനം സംസാരിച്ചത്. തന്റെ ആ ഒരു ഡിഫൻസ് ആയിട്ടാണ് ഇത് പറയുന്നതെങ്കിലും ഇതിനകത്തുനിന്ന് കുറെ കാര്യങ്ങൾ ദൈവസഭയെ നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇത്രയും വിശ്വസ്തയോടുകൂടെ ചെയ്ത ഒരു ദൈവദാസന് ഇത്രയും ക്രിറ്റിസിസം നേരിടേണ്ടതായി വന്നെങ്കിൽ നമുക്കും
വലിയ കാര്യങ്ങൾ ഒന്നും എക്സ്പെക്ട് ചെയ്യാനായിട്ട് കഴിയത്തില്ല. എന്തൊക്കെ സിൻസിയറായിട്ട് ശുശ്രൂഷ ചെയ്താലും ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ളത് സത്യമാണ്. അവിടെ നിങ്ങൾ ആരും തളർന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലേഖനങ്ങളിൽ പൗലോസ് ഈ കാര്യങ്ങളൊക്കെ വളരെ ഓപ്പണായിട്ട് നമ്മളെ എഴുതി പഠിപ്പിക്കുന്നത്. 13-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരാം. നിങ്ങൾ വായിക്കുന്നതും ഗ്രഹിക്കുന്നതും അല്ലാതെ മറ്റൊന്നും ഞങ്ങൾ നിങ്ങൾക്ക് എഴുതുന്നില്ല. ഇനി അടുത്ത ഒരു പൗലോസിനെ കുറിച്ചുള്ള ഒരു ക്രിറ്റിസിസമാണ്, ഇദ്ദേഹത്തിന്റെ എഴുത്തും പറച്ചിലും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. അതിന്റെ 2 കൊരിന്ത്യർ 10:10 വായിക്കാം. കാര്യം ഇദ്ദേഹം പറയുന്നതൊന്ന് പുള്ളിക്ക് ഹിഡൻ അജണ്ട വല്ലതും ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ചുള്ള ഡിഫൻസാണ് പറയുന്നത്. അഗൈൻസ്റ്റ് ചാർജസ് ഓഫ് ഹിഡൻ അജൻഡാസ്. ഒരു കൂട്ടം വിചാരിച്ചു ഈ കത്തുകളൊക്കെ ഭയങ്കര സ്ട്രോങ് ആണെങ്കിലും ഈ പറയുന്ന കാര്യത്തിൽ പുള്ളിക്ക് അത്രയ്ക്ക് വലിയ കൺസിസ്റ്റൻസി ഇല്ല, പുള്ളി അങ്ങനെ നമുക്ക് വിശ്വസിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പൊ അതിന് ഒരു മറുപടിയാണ് പൗലോസ് ഇവിടെ പറയുന്നത്. അവന്റെ ലേഖനങ്ങൾ ഘനവും ഊറ്റവും ഉള്ളവ തന്നെ, ശരീരസന്നിധിയോ ബലഹീനവും വാക്ക് നിന്ദ്യവും അത്ര എന്ന് ചിലർ പറയുന്നുവല്ലോ. അപ്പൊ ചിലർ അങ്ങനെയും പറയുന്നുണ്ട്, വാക്കൊക്കെ വീക്കാണ്, ലേഖനങ്ങൾ ഘനമാണെങ്കിലും വാക്ക് വീക്കാണ്. 14-ാമത്തെ വാക്യത്തിലേക്ക് വരാം. നമ്മുടെ കർത്താവായ യേശുവിന്റെ നാളിൽ നിങ്ങൾ ഞങ്ങൾക്കെന്ന പോലെ ഞങ്ങൾ നിങ്ങൾക്കും പ്രശംസ ആകുന്നുവെന്ന് നിങ്ങൾ ഞങ്ങളെ ഏറെക്കുറെ ഗ്രഹിച്ചതുപോലെ അവസാനത്തോളം ഗ്രഹിക്കുമെന്ന് ഞാൻ ആശിക്കുന്നു. The day Christ returned to judge the wicked and deliver his people, the day of the day of the Lord, Jesus returned on the day of Yahweh. കഥാവിന്റെ 2-ാമത്തെ വരവിനെ കുറിച്ചാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈ വാക്യം ഞാൻ വായിച്ചപ്പോൾ എൻ്റെ മനസ്സിനകത്ത് വന്നൊരു ചിന്ത, പൗലോസ് പറയുന്നില്ല നിങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്ത് അടുത്ത വർഷം ജാനുവരിയിലോ ഫെബ്രുവരിയിലോ ഇന്നൊരു വിഷയത്തിനൊരു ഉത്തരം കാണുമെന്നോ, അല്ലെങ്കിൽ ഇന്നൊരു വിഷയത്തിനകത്ത് ഒരു വിടുതൽ കാണുമെന്നോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അന്നേരം മനസ്സിലാകുമെന്നോ ഒന്നും അല്ല പൗലോസ് പറയുന്നത്. തൻ്റെ ഉത്തരത്തിൽ താൻ പറയുന്ന ഒരു കാര്യം, കർത്താവിന്റെ വരവിൽ, കർത്താവിന്റെ 2-ാമത്തെ വരവിൽ, ദ ഡേ ഓഫ് യാവേ, അന്ന് നിങ്ങൾ മനസ്സിലാക്കും. ഏതാണ് ഡേ ഓഫ് യാവേ? നിങ്ങൾക്കറിയാം. യെശയ്യാവിന്റെ പുസ്തകം 1-2 വാക്യങ്ങളൊന്ന് വായിച്ചിട്ട് എന്താണ് കർത്താവിന്റെ ദിവസം എന്നുള്ളതിനെ കുറിച്ചൊന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാം. യെശയ്യാവിന്റെ പുസ്തകം 13-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. ദേശത്തെ ശൂന്യമാക്കുവാനും പാപികളെ അതിൽ നിന്ന് മുടിച്ചു കളവാനും യഹോവയുടെ ദിവസം ക്രൂരമായിട്ട് ക്രോധത്തോടും അതികോപത്തോടും കൂടെ വരുന്നു. യോവേൽ പ്രവചനം അതിന്റെ 1-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം. The day of the Lord is near, the day when destruction comes from Almighty. How terrible the day will be. ആ ദിവസം അയ്യോ കഷ്ടം, യഹോവയുടെ ദിവസം അടുത്തിരിക്കുന്നു, അത് സർവ്വശക്തന്റെ പക്കൽ നിന്ന് സംഹാരം പോലെ വരുന്നു. ഇപ്പൊ യഹോവയുടെ ദിവസം പൗലോസ് പറയാണ്, ഈ കാണിക്കുന്നതിനും ഈ പറയുന്നതിനും ഒക്കെ ഉള്ള മറുപടി എന്നാ നിങ്ങൾ തിരിച്ചറിയുന്നത്, എന്നാ ഈ പ്രശംസയും പുകഴ്ചയും ഒക്കെ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ കർത്താവിന്റെ ആ ദിവസത്തിലെ, യഹോവയുടെ ദിവസത്തിലാണ്. ഇപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കണമേ ദൈവമക്കളെ, നമ്മൾ എത്രത്തോളം സൂക്ഷ്മതയോടുകൂടെ ജീവിക്കണം, എത്രത്തോളം നമ്മുടെ ജീവിതം എത്രത്തോളം കെയർഫുൾ ആയിട്ട് ജീവിക്കണം എന്നുള്ളത്. ഒരുപക്ഷെ നമ്മുടെ ഈ ലോകത്തില്, ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ ഇതിനെ ഒന്നും ഉത്തരം ഒരുപക്ഷെ നമുക്ക് ലഭിച്ചെന്നിരിക്കത്തില്ല, അല്ലെ നാം ചെയ്യുന്നതിന്റെ മറുപടി ലഭിച്ചെന്നിരിക്കത്തില്ല. ഈ ദൈവദാസൻ ഇവിടെ പറയുകയാണ്, നിങ്ങൾക്ക് ഇതൊക്കെ എപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നതെന്ന് ചോദിച്ചാൽ കർത്താവിന്റെ ആ ദിവസത്തിലാണ്, കർത്താവിന്റെ ആ ദിവസത്തിലാണ്. അന്നേരത്തേക്ക് എന്തോ പറ്റും, വളരെ വൈകിപ്പോകും. 1 തെസ്സലോനിയൻസ് 5-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം കൊണ്ടൊന്ന് വായിക്കാം. കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിന്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. കർത്താവിന്റെ വരവ് കള്ളൻ വരുന്നത് പോലെ കർത്താവിന്റെ വരവ് വരും. അപ്പൊ ആ ഒരു ജഡ്ജ്മെന്റിന്റെ ദിവസത്തിൽ, then on the day when Lord Jesus return, you will be proud of us in the same way we are proud of you. അവിടെ അവരെ ക്രിട്ടിസൈസ് ചെയ്യല്ല, എന്നാൽ പൗലോസ് പറയാണ്, നിങ്ങൾ ആ സമയത്ത് നിങ്ങളെക്കുറിച്ച് ഞങ്ങളെക്കുറിച്ച് നിങ്ങളും പ്രശംസിക്കും. ഇന്ന് ഞാൻ ചെയ്യുന്നതും പറയുന്നതും ഒക്കെ നിങ്ങൾക്ക് കുറ്റമായിട്ട് തോന്നിയാലും അന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഈ ദൈവദാസൻ പറഞ്ഞത് ഒക്കെ സത്യമായിരിക്കും. ഇത് ആരെക്കുറിച്ചായിരിക്കും ഇത് പറയുന്നത്? അതാ ഈ ദൈവദാസൻ പറയുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടും അനുസരിക്കുന്നവർക്കേ ഈ ഒരു പ്രിവിലേജും കിട്ടത്തുള്ളൂ. അതാണ് അവിടെ പറയുന്നത്, നിങ്ങളെക്കുറിച്ച് ഞങ്ങളും പ്രശംസിക്കും, ഞങ്ങളെക്കുറിച്ച് നിങ്ങളും പ്രശംസിക്കും. എങ്ങനെയുള്ളവർക്കാണ് സംഭവിക്കുന്നത്? ഇതൊക്കെ കേട്ടിട്ട് അനുസരിക്കാതെ പോകുന്നവർക്കല്ല. ഇത് അല്പം കഠിനമാണെങ്കിലും ഈ കർത്താവിന്റെ ദാസന്റെ ഈ ശിക്ഷണവും തുടർന്ന് നമുക്ക് വായിച്ചു നോക്കുമ്പോൾ അറിയാം എത്ര കഠിനമായ, ഇതിന് മുമ്പിട്ട് എഴുതിയ ലെറ്റർ, വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ലെറ്ററൊക്കെ അവർക്ക് വേണ്ടിയിട്ട് എഴുതിയെന്നൊക്കെ നമ്മൾ തുടർന്ന് വായിച്ചുമ്പോൾ പഠിക്കുമ്പോൾ മനസ്സിലാകും. അത് കേട്ട് മാനസാന്തരപ്പെട്ട് അനുസരിക്കുന്നവരെ കുറിച്ചാണ് പറയുന്നത്. ആ നാളിൽ നിങ്ങൾക്ക് പ്രശംസ ഉണ്ടാകും, നിങ്ങളെക്കുറിച്ച് ഞങ്ങളും പ്രശംസിക്കുവാനായിട്ട് ഇടവരും. ഇനി 15 മുതൽ എഴുതിയിരിക്കുന്ന 15 മുതലുള്ള വാക്യങ്ങൾ, 15 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ, അത് പൗലോസ്
അവിടെ അവരുടെ അടുക്കൽ മക്കതോനിയയിൽ നിന്ന് അങ്ങോട്ട് വരുവാനായിട്ട് കൊരിന്ത്യയിലേക്ക് വരാമെന്ന് പറഞ്ഞ പൗലോസ് അവിടെ ചെന്നില്ല. അപ്പൊ അതിന്റെ ഒരു പരാതി അവിടുന്ന് ഉണ്ടായി. അപ്പോൾ കുറെ ആൾക്കാർ അന്നേരം പറഞ്ഞു, ഈ പുള്ളി അങ്ങനെയാ, സമയം കീപ്പ് ചെയ്യത്തില്ല, പുള്ളി ഒരു അപ്പോസ്തലനാണോ, ഇങ്ങനെയൊക്കെ ചെയ്യാമോ, ഇദ്ദേഹം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വരാതിരിക്കാമോ എന്നൊക്കെയുള്ള ഒരു ചോദ്യങ്ങൾ, എന്നൊക്കെയുള്ള കംപ്ലൈൻസ് പൗലോസിനെ കുറിച്ച് ഉയർന്നപ്പോൾ അതിന് മറുപടിയായിട്ടാണ് പൗലോസ് ഇവിടെ എഴുതിക്കുന്നത്. പോൾസ് ഫെയിലിയർ ടു വിസിറ്റ് കോരിന്ത് apparently led some Corinthians to view him as a unreliable, വിശ്വസിക്കാൻ കൊള്ളാത്തവൻ. എന്താ ഭാഷ പറഞ്ഞ ഒരു മീറ്റിംഗ് നമ്മൾ വിളിച്ച് വരാമെന്നൊക്കെ പറഞ്ഞു. സമയമായപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിനെ കാണുന്നില്ലെങ്കിൽ അപ്പം സ്വാഭാവികമായിട്ടും പറയും, ഈ പുള്ളിയെ നമുക്ക് വിശ്വസിക്കാൻ കൊള്ളത്തില്ല, പുള്ളിയെ വിളിച്ചാലും വരത്തില്ല എന്ന് പറയുന്നത് പോലെ ഉള്ളൊരു അനുഭവമാണ് കൊരിന്ത്യ സഭയിൽ ഉണ്ടായത്. എന്നാൽ അങ്ങനെയുള്ളൊരു വിഷയമല്ല ഇവിടെ ഉണ്ടായത്. കാര്യം കൊരിന്ത്യ പൗലോസ് എഴുതിയിട്ടുണ്ട്, താൻ എന്തുകൊണ്ട് വന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഇതിന്റെ 23-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. എന്തുവാണ് അവിടെ സംഭവിച്ച വിഷയങ്ങൾ എന്നുള്ളതിനെ കുറിച്ചുമൊക്കെ പൗലോസ് അവിടെ എഴുതിയിരിക്കുന്നത്. 23-ാമത്തെ വാക്യം ഒന്ന് എഴുതി വായിക്കാം. He did not visit. എന്താണെന്ന് ചോദിച്ചാൽ he was giving them an opportunity to repent. എന്നാണ് നിങ്ങളെ ആദരിച്ചിട്ടത്രേ ഞാൻ ഇതുവരെ കൊരിന്തിൽ വരാഞ്ഞത്, അതിന് ദൈവം സാക്ഷി. അപ്പം നിങ്ങളെ ആദരിച്ചിട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അവസരം തന്നിട്ടാണ് ഞാൻ അവിടെ വരാഞ്ഞത്, നിങ്ങൾക്ക് ഒരു അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവിടെ വരാഞ്ഞത് എന്നുള്ളതാണ് പൗലോസ് പറഞ്ഞത്. അപ്പോൾ അതിന്റെ കുറെ കാരണങ്ങളുണ്ട് താൻ അവിടെ ചെല്ലാഞ്ഞത്. അതാണ് തുടർന്നുള്ള വാക്യത്തിൽ താൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിന് 1 കൊരിന്ത്യർ 16-ാം അധ്യായത്തിന്റെ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളും ഒന്ന് വായിക്കാം. ഞാൻ മക്കതോനിയിൽ കൂടി കടന്ന ശേഷം നിങ്ങളുടെ അടുക്കൽ വരും. മക്കതോനിയിൽ കൂടി ആകുന്നു ഞാൻ വരുന്നത്. ഞാൻ പോകുന്നിടത്തേക്ക് നിങ്ങൾ എന്നെ യാത്ര അയപ്പാൻ തക്കവണ്ണം പക്ഷേ നിങ്ങളോടുകൂടെ പാർക്കും. വായിച്ചത് അധ്യായത്തിന്റെ തന്നെ 16-17 വാക്യം. മുമ്പേ നിങ്ങളുടെ അടുക്കൽ വരുവാനും ആ വഴിയായി മക്കതോനിയയ്ക്ക് പോയി പിന്നെയും മക്കതോനിയയിൽ നിന്ന് നിങ്ങളുടെ അടുക്കൽ വരുവാനും നിങ്ങളാൽ യഹൂദിയയിലേക്ക് യാത്ര അയക്കപ്പെടുവാനും ഞാൻ വിചാരിച്ചിരുന്നു. ഇങ്ങനെ വിചാരിച്ചതിൽ ഞാൻ ചാബല്യം കാണിച്ചുവോ? അല്ലെങ്കിൽ എന്റെ വാക്ക് ഉവ്വ് ഉവ്വ് ഇല്ല ഇല്ല എന്ന് ആകുവാൻ തക്കവണ്ണം എന്റെ നിരൂപണം ജഡിക നിരൂപണമോ? അപ്പൊ ഈ പൗലോസ് തന്റെ ഈ ജനത്തോട് സംസാരിച്ച വാക്ക് എന്ന് താൻ പറയുന്നത് ഹിസ് വേർഡ് മീൻസ് അവരോട് സംസാരിച്ച, ദൈവത്തെക്കുറിച്ച് സംസാരിച്ച വചനം. രണ്ടാമത്തെ ഒരു കാര്യം, അദ്ദേഹം എപ്പോഴും അവരുടെ ട്രാവൽ പ്ലാൻ, തന്റെ ട്രാവൽ പ്ലാനും കൂടെ ഈ ആൾക്കാരെ അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ കൂട്ട് മൊബൈലൊന്നും ഇല്ലല്ലോ വിളിച്ച് പറയാനായിട്ട്. അപ്പൊ അവർക്ക് കത്തുകൾ എഴുതുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും തന്റെ റെപ്രസെന്റേറ്റീവിനെ അവിടെ അയക്കുമ്പോൾ അദ്ദേഹം ആ ദൈവസഭയോട് പറയാനുള്ളതും അദ്ദേഹത്തിന്റെ ട്രാവൽ പ്ലാനും ഒക്കെ ഇവരെ അറിയിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനകത്തുനിന്ന് വന്ന ഒരു വ്യത്യാസമാണ് അവിടെ ഈ ഒരു വിഷയം ഉണ്ടാകുവാനായിട്ടുള്ള കാരണമായി തീർന്നത്. അപ്പൊ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 37-ാം വാക്യം ഒന്ന് വായിക്കാം. നിങ്ങളുടെ വാക്ക് ഉവ്വ് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ, ഇതിലധികമായത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. അപ്പം ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പൊ പൗലോസ് എന്തുകൊണ്ട് വാക്ക് മാറി, എങ്ങനെ ദൈവദാസന്മാർക്ക് വാക്ക് മാറാനായിട്ട് പറ്റുമോ, അങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ അതിനകത്ത് ചെയ്യാൻ ഉള്ള പ്ലാൻ ഇല്ലെങ്കിൽ അങ്ങനെ പറയാമോ എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് തുടർന്ന് നമ്മൾ ചിന്തിക്കുന്നത്. അതിന് 16-ാമത്തെ വാക്യത്തിലേക്ക് വരാം. 16 നമ്മളിപ്പോൾ വായിച്ചതുപോലെ മക്കതോനിയ വഴിയായിട്ട് അവിടെ വരാമെന്നാണ് പൗലോസ് ഇവരോട് പറഞ്ഞിരുന്നത്. 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ തന്നെ 16-17-ാമത്തെ വാക്യം വായിക്കാം. മുമ്പേ നിങ്ങളുടെ അടുക്കൽ വരുവാനും ആ വഴിയായി മക്കതോനിയയ്ക്ക് പോയി പിന്നെയും മക്കതോനിയയിൽ നിന്ന് നിങ്ങളുടെ അടുക്കൽ വരുവാനും നിങ്ങളാൽ യഹൂദിയയിലേക്ക് യാത്ര അയക്കപ്പെടുവാനും ഞാൻ വിചാരിച്ചിരുന്നു. ഇങ്ങനെ വിചാരിച്ചതിൽ ഞാൻ ചാബല്യം കാണിച്ചുവോ? അല്ലെങ്കിൽ എന്റെ വാക്ക് ഉവ്വ് ഉവ്വ് ഇല്ല ഇല്ല എന്നാകുവാൻ തക്കവണ്ണം എന്റെ നിരൂപണം ജഡിക നിരൂപണമോ? 18-ാമത്തെ വാക്യം കൂടെ വായിച്ചു. നിങ്ങളോടുള്ള ഞങ്ങളുടെ വചനം ഒരിക്കൽ ഉവ്വ് എന്നും മറ്റൊരിക്കൽ ഇല്ല എന്നും ആയിരുന്നില്ല എന്നതിന് വിശ്വസ്തനായ ദൈവം സാക്ഷി. പൗലോസ് ദൈവത്തെ സാക്ഷി നിർത്തി പറയാണ്, when I planned this did I do carelessly. ഞാൻ ചുമ്മാ ഒരു കാര്യം പറഞ്ഞതല്ല. ഞാനിത് വായിച്ചപ്പോൾ എത്രമാത്രം കെയർഫുൾ ആയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുന്നത്, അത് ചെയ്യുന്നത് മാത്രം പറയുകയൊക്കെ ചെയ്യണമെന്നുള്ള കാര്യം നാം എന്തുമാത്രം ശ്രദ്ധിക്കണമെന്നുള്ള ഒരു കാര്യം ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് പൗലോസ് പറയുന്നു. പൗലോസിന്റെ ട്രാവൽ പ്ലാൻ ഒന്ന് മാറ്റേണ്ട വന്നു. അതിന് താൻ പറയുന്ന ഒരു കാര്യം, ഞാനത് കെയർലെസ് ആയിട്ട് പ്ലാൻ ചെയ്തതല്ല, ഞാനൊരു ഹ്യൂമൻ സ്റ്റാൻഡേർഡിലല്ല എൻ്റെ പ്ലാനിങ് ചെയ്തത്, പക്ഷേ എനിക്കത് മാറ്റേണ്ടതായിട്ട് വന്നു. അതിന് 19-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അതിന് ദൈവം സാക്ഷി. അതിന്റെ 20-ാമത്തെ വാക്യം കൂടെ വായിച്ചു. ഞാനും സിൽവാനോസും തിമോത്തിയോസും നിങ്ങളുടെ ഇടയിൽ പ്രസംഗിച്ച ദൈവപുത്രനായ യേശുക്രിസ്തു ഒരിക്കൽ ഉവ്വ് എന്നും മറ്റൊരിക്കൽ ഇല്ല എന്നുമായിരുന്നില്ല. അവനിൽ ഉവ്വ് എന്നത്രേ ഉള്ളൂ. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ ഉവ്വ് എന്നത്രേ. അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകുമാറ് അവനിൽ ആമേൻ എന്നും തന്നെ. അപ്പൊ ഈ 20-ാമത്തെ വാക്യം നമ്മൾ പലപ്പോഴും ഇത് കോട്ട് ചെയ്യാറുണ്ട്. ഇതിന്റെ ഒരു കോൺടെക്സ്റ്റ് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. പൗലോസിന്റെ വാക്ക് മാറിയതിനെ കുറിച്ചാണല്ലോ ഇത് പറയുന്നത്. അപ്പോൾ പൗലോസ് ഉടനെ ദൈവത്തെ സാക്ഷി നിർത്തി, ദൈവത്തെ അതൊരു പ്രതിജ്ഞ പോലെയാണ് പൗലോസ് 10-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. ഞാൻ ദൈവം സാക്ഷിയായിട്ടാണ് പൗലോസ് ഈ കാര്യം പറയുന്നത്. All God promises are yes. For all promises of God are yes in Christ. So through him our amen is spoken to the glory of God.
ഞാൻ ഈ പറഞ്ഞതിന്റെ ഒരു കാര്യം, ദൈവത്തിന്റെ വചനം അതെല്ലാം, ദൈവത്തിന്റെ പ്രോമിസസ് എല്ലാം അത് സത്യമാണെന്നുള്ളതാണ്. നമ്മളിപ്പോഴും പലപ്പോഴും ഇത് ഒരു ഡിഫറെന്റ് കോൺടസ്റ്റിലെടുത്ത് ഈ ഒരു വാക്യം എടുത്ത്, കാര്യം ഈ ഒരു എന്താ പറയുക, ഈ ഒരു കോൺടസ്റ്റിൽ തന്നെ ഇത് ചിന്തിക്കണം. അപ്പൊ കർത്താവിന്റെ പ്രോമിസസ്, കർത്താവ് പ്രോമിസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അത് പഴയ നിയമത്തിലെ പുതിയ നിയമത്തിലെ പ്രോമിസ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതങ്ങനെ തന്നെ നിവർത്തിക്കും. അപ്പൊ കർത്താവിന്റെ ദാസന്മാരായ ഞങ്ങളും കർത്താവിന്റെ നാമത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ, കർത്താവിന്റെ നാമത്തിൽ പ്രോമിസ് ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും മാറ്റമില്ല എന്നുള്ളതാണ് ഈ ഭാഗത്തിലെ പൗലോസ് പറയുന്നത്. റോമാലേഖനം 15-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം ഒന്ന് വായിക്കാം. പിതാക്കന്മാർക്ക് ലഭിച്ച വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കേണ്ടതിന് ക്രിസ്തു ദൈവത്തിന്റെ സത്യനിമിത്തം പരിച്ഛേദനയ്ക്ക് ശുശ്രൂഷക്കാരനായി തീർന്നു എന്നും ജാതികൾ ദൈവത്തെ അവന്റെ കരുണ നിമിത്തം മഹത്വീകരിക്കണമെന്നും ഞാൻ പറയുന്നു. അപ്പം പിതാക്കന്മാരോട് അരുളി ചെയ്ത വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണം, ഇത് ദൈവം നമ്മളോട് പ്രോമിസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം ദൈവം നിവർത്തിക്കും. 2 കൊരിന്ത്യർ 7-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഒന്ന് വായിക്കാം. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളതുകൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. അപ്പൊ ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ച് പൗലോസ് ഇവിടെ പറയുന്നു. നമുക്ക് ദൈവം തന്നിട്ടുള്ള വാഗ്ദത്തങ്ങൾ, ദൈവവചന പ്രകാരം തന്നിട്ടുള്ള വാഗ്ദത്തങ്ങൾ, ഇതെല്ലാം മൂവ് തന്നെ എന്നാണ്. ദൈവം നമ്മളെ വിടുവിക്കും എന്ന് പറഞ്ഞാൽ നമ്മളെ വിടുവിച്ചിരിക്കും. നമ്മുടെ പാപങ്ങളെ ദൈവം ക്ഷമിക്കും എന്ന് പറഞ്ഞാൽ ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചിരിക്കും. ഇതിനകത്തൊന്നും ഒരു നോ ഇല്ല എന്നുള്ളതാണ് പറഞ്ഞത്. ഇന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനെ പലപ്പോഴും ഡിഫറെന്റ് കോൺടസ്റ്റിൽ പറയാറുണ്ട്. നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം ദൈവം യേശു പറയുന്നെന്ന്. അത് ശരിയല്ല. നമ്മുടെ ആഗ്രഹങ്ങൾക്കെല്ലാം ദൈവം യേശു പറയുന്നില്ല. ദൈവത്തിന്റെ പ്രോമിസസ് എന്ന് പറഞ്ഞാൽ ദൈവവചനപ്രകാരമുള്ള ദൈവത്തിന്റെ പ്രോമിസസ്, അത് പഴയ നിയമത്തിലെ വിശുദ്ധന്മാർക്ക് ലഭിച്ചതായിക്കോട്ടെ, പുതിയ നിയമത്തിലെ ദൈവസഭയ്ക്ക് ലഭിച്ചതുള്ളതായിക്കോട്ടെ, ഈ പല പ്രോമിസസിനും കണ്ടീഷൻസ് ഉണ്ട്. അതാണ് നാം 7-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ വായിക്കുന്നത്. ബിക്കോസ് വി ഹാവ് ദിസ് പ്രോമിസസ്, ഡിയർ ഫ്രണ്ട്, ലെറ്റ് us cleanse ourselves from everything that can defile our body or spirit. ദൈവത്തിന്റെ പ്രോമിസസ് നമുക്കുള്ളത് കൊണ്ട് ഇന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം. ഹല്ലേലൂയ. അത് 6-ാം അധ്യായത്തിന്റെ 16-18 വാക്യങ്ങളോട് വായിക്കാം. ദൈവാലയത്തിന്റെ വിഗ്രഹങ്ങളോട് എന്ത് യോജിത? നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവും ആകും എന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഇത് നോക്കുക, ഇത് ദൈവത്തിന്റെ ഒരു പ്രോമിസ് ആണ്. പക്ഷെ ആ പ്രോമിസിന് ഒരു കണ്ടീഷനുമുണ്ട്. ദൈവത്തിന്റെ പ്രോമിസ് ആണ്, ആ പ്രോമിസ് യെസ് ആണ്. പക്ഷെ അതിന്റെ ഒരു കണ്ടീഷൻസ് നമ്മൾ ചെയ്യേണ്ടതായിട്ട് ഉണ്ട് എന്നുള്ള കാര്യം ഈ വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. റോമാലേഖനം 4-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം, ക്ലിയർലി ഗോഡ്സ് പ്രോമിസ് ടു ഗീവ് ദ ഓൾ എയർ ടു Abraham and his descendants was based not on his obedience, God's law, but on the right relationship with the God that comes by faith. ദൈവത്തിന്റെ പ്രോമിസസ് എല്ലാം എന്നുള്ളതാണ്. അത് വചനപ്രകാരമുള്ള പ്രോമിസസ് ആണ്. പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും പലരും അങ്ങനെ യൂസ് ചെയ്യുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാനതൊന്ന് മെൻഷൻ ചെയ്തതേ ഉള്ളൂ. ഈ ഒരു കോൺടെസ്റ്റിൽ നാം ഇതിനെ കാണണം. 21-ാമത്തെ വാക്യം, അതുകൊണ്ട് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അത് ഊവെന്ന് തന്നെ ആയതുകൊണ്ട്, ദൈവം വാക്കുമാറാത്തവനായതുകൊണ്ട്, ഇതിനെ ലൈറ്റർ ഫോമിൽ പറഞ്ഞാൽ ദൈവം വാക്കുമാറാത്തത് കൊണ്ടായതുകൊണ്ട്, ദൈവിക അഭിഷേകവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ സീൽ ചെയ്യപ്പെട്ട നാം ഓരോരുത്തരും അങ്ങനെ തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് ഇവിടെ 20, 21, 22 വാക്യങ്ങളിൽ നാം കാണുന്നത്. ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്യുന്നതും ദൈവം, അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവെന്ന ആചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുമിരിക്കുന്നു. അപ്പൊ ദൈവം നമ്മളെ അഭിഷേകം ചെയ്ത് ആത്മാവെന്ന ആചാരം, ആത്മാവെന്ന ഡിപ്പോസിറ്റ് അവൻ നമ്മുടെ ജീവിതത്തിൽ തന്നുമിരിക്കുന്നു. ഗോഡ് എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് അനോയിന്റഡ് us. പൗലോസ് പറയാം, അങ്ങനെ വേലയിലാക്കിയിരിക്കുന്നത്. ഇവിടെ അനോയിന്റഡ് us എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിന്റെ ആ ഒരു കോൺടെസ്റ്റിലാണ് അഭിഷേകം ചെയ്ത് ഒരു പദവിയിലേക്ക് അഭിഷേകം ചെയ്ത് ആക്കിയിരിക്കുന്ന, നിയോഗിക്കപ്പെട്ട് ആക്കിയിരിക്കുന്ന നാം, മേക്കിംഗ് പേഴ്സൺ ഫോർ എ സർവീസ് ടു ഗോഡ്. നമ്മുടെ ലൈഫിലും നാം വെറും വാക്ക് പറയത്തില്ല, വെറും വാക്ക് പറയരുത്. 23-ാമത്തെ വാക്യം, എന്നാണ് നിങ്ങളെ ആദരിച്ചിട്ടത്രേ ഞാൻ ഇതുവരെ കൊരിന്തിൽ വരാഞ്ഞത്, അതിന് ദൈവം സാക്ഷി. അവിടെ പറയുന്നു, ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം പൗലോസ് ഇതിപ്പോ യേശുവിനെ കുറിച്ച്, ദൈവത്തെക്കുറിച്ച്, ദൈവത്തിന്റെ നേച്ചറിനെ കുറിച്ച്, ദൈവത്തിന്റെ പ്രോമിസസിനെ കുറിച്ച്, ദൈവം വാക്ക് മാറാത്തവനാണെന്ന്, ദൈവം വിശ്വസ്തനാണെന്ന് ഇതെല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് പൗലോസ് പറയുന്ന ഒരു കാര്യം, അതുകൊണ്ട് ആ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഞാനും വാക്ക് മാറിയതല്ല, എന്തുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരാതിരുന്നു എന്നുള്ളതിന്റെ മറുപടി താൻ പറയുന്നത് മറ്റൊന്നും കൊണ്ടുമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ പിന്നെയും റിപ്പന്റ് ചെയ്യാനായിട്ട് അല്പം കൂടെ സമയം അനുവദിച്ചു എന്നേ ഉള്ളൂ. ഇത് ഒരു നെഗ്ലിജൻസ് അല്ല എൻ്റെ സൈഡിൽ നിന്നുണ്ടായത്. പൗൽ പറയാണ്, ഒരു പെയിൻഫുൾ വിസിറ്റ് ഞാൻ ഒഴിവാക്കി, അതിന് പകരമായിട്ട് നിങ്ങൾക്കൊരു ലെറ്റർ എഴുതുവാനായിട്ട് ഇടയായി. അതിന്റെ 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിന്റെ 20, 21 വാക്യങ്ങൾ വായിക്കും. ഞാൻ വരുമ്പോൾ ഞാൻ ഇച്ഛിക്കാത്ത വിധത്തിൽ നിങ്ങളെ കാണുകയും നിങ്ങൾ ഇച്ഛിക്കാത്ത വിധത്തിൽ എന്നെ കാണുകയും ചെയ്യുമോ എന്നും
പിണക്കം, ഈർഷ്യ, ക്രോധം, ശാഠ്യം, ഏഷണി, കുശുകുശുപ്പ്, നിഗളം, കലഹം എന്നിവ ഉണ്ടാകുമോ എന്നും ഞാൻ വീണ്ടും വരുമ്പോൾ എന്റെ ദൈവം എന്നെ നിങ്ങളുടെ ഇടയിൽ താഴ്ത്തുവാനും പാപം ചെയ്തിട്ട് തങ്ങൾ പ്രവർത്തിച്ച അശുദ്ധി, ദുർനടപ്പ്, ദുഷ്കാമം എന്നിവയെക്കുറിച്ച് മാനസാന്തരപ്പെടാത്ത പലരെയും ചൊല്ലി ഖേദിപ്പാനും സംഗതി വരുമോ എന്നും ഞാൻ ഭയപ്പെടുന്നു. 2 കൊരിന്ത്യർ അതിന്റെ 13-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം ഇവിടെ ഒന്ന് വായിക്കാം. എന്റെ ഒന്ന് റെഫറൻസ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ 2-ാം പ്രാവശ്യം നിങ്ങളുടെ ഇടയിൽ ഇരുന്നപ്പോൾ ഞാൻ വീണ്ടും വന്നാൽ ക്ഷമിക്കയില്ല എന്ന് പറഞ്ഞതുപോലെ ഞാൻ ഇപ്പോൾ ദൂരത്തിരുന്നുകൊണ്ട് ആ പാപം ചെയ്തവരോടും മറ്റെല്ലാവരോടും മുൻകൂട്ടി പറയുന്നു. അപ്പൊ ഈ പല വിഷയങ്ങള്, അതിന് പല റെഫറൻസുകളുണ്ട്. എന്റെ 5-ാം അധ്യായത്തിന്റെ 2 കൊരിന്ത്യർ തന്നെ 5-ാം അധ്യായം, 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, ഇങ്ങനെയുള്ള പല പാപങ്ങൾ അവരുടെ സൈഡിലുണ്ടായിരുന്നു. അപ്പൊ ഇവർക്ക് ഈ പാപങ്ങളിൽ നിന്നൊക്കെ അവർക്കൊരു വിടുതൽ ഉണ്ടാകണം, അല്ലെങ്കിൽ റിപ്പന്റ് ചെയ്യാനായിട്ട് പൗലോസ് അവരോട് പറഞ്ഞു. അതിനകത്ത് താൻ ആഗ്രഹിച്ച ഒരു റിസൾട്ട് അവിടെ കണ്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് വളരെ പെയിൻഫുൾ ആയിട്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഓർപ്പിച്ചതുപോലെ ഇത് 4-ാമത്തെ ലേഖനമാണ് ഈ 2-ാം ലേഖനമായിട്ട് നമുക്ക് ബൈബിളിൽ കാണുന്നത്. 3-ാമത്തെ ലേഖനം നമുക്ക് ലഭിച്ചിട്ടില്ല. അതിന്റെ റെഫറൻസുകൾ ബൈബിളിൽ തിരുവചനത്തിൽ കൊടുത്തിരിക്കുന്നു. അത് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലെറ്റർ ആയിരുന്നു എന്ന് പൗലോസ് ഇവിടെ പറയുന്നുണ്ട്. എന്നാൽ അത് നമുക്ക് ലഭിച്ചിരുന്നില്ല. തന്റെ യാത്ര ഒഴിവാക്കി താൻ ആ ഒരു കത്ത് കൊരിന്ത്യ സഭയിൽ എഴുതിയെന്ന് നമുക്ക് ഈ ഭാഗങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതിന്റെ 24-ാം വാക്യം ഒന്ന് വായിക്കാം. നിങ്ങളുടെ വിശ്വാസത്തിന്മേൽ ഞങ്ങൾ കർത്തൃത്വം ഉള്ളവർ എന്നല്ല, നിങ്ങളുടെ സന്തോഷത്തിന് ഞങ്ങൾ സഹായികൾ അത്രേ. വിശ്വാസ സംബന്ധമായി നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുവല്ലോ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നോട്ട് ദാറ്റ് വി ലോഡ് ഇറ്റ് ഓവർ യുവർ ഫെയ്ത്ത്, ബട്ട് വർക്ക് വിത്ത് യു ഫോർ യുവർ ജോയ്. നിങ്ങളുടെ വിശ്വാസത്തിന് ഞങ്ങൾക്ക് കർത്തൃത്വം വഹിക്കുവാനായിട്ട് കഴിയത്തില്ല. അത് വലിയൊരു പരാജയമായിട്ട് മാറും. ആരുടെ വിശ്വാസത്തിന് ആർക്കും കർത്തൃത്വം വഹിക്കുവാനായിട്ട് കഴിയത്തില്ല. അത് കർത്തൃത്വം കർത്താവിന് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മളെല്ലാം എന്ത് ചെയ്യുന്നത്? വി വർക്ക് വിത്ത് യു ഫോർ യുവർ ജോയ്. നിങ്ങൾക്ക് അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ ഒരു വിടുതലിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷത്തിന് വേണ്ടിയിട്ട്, അല്ലെ കർത്താവിന്റെ നാളിൽ നിങ്ങൾ ലജ്ജിക്കപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കൂടെ ഞങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ വി വർക്ക് വിത്ത് യു ഫോർ യുവർ ജോയ്. അപ്പോൾ പൗലോസ് ഇത്രയും ഒക്കെ പറയുമ്പോഴും തന്റെ ആഗ്രഹം, തന്റെ ഹൃദയത്തിലെ ആഗ്രഹം, യു വിൽ ബി ഫുൾ ഓഫ് ജോയ് എന്നുള്ളതാണ് കാണുന്നത്. വർക്ക് ടുഗദർ വിത്ത് യു സോ ദാറ്റ് യു വിൽ ബി ഫുൾ ഓഫ് ജോയ്, ഫോർ ഇറ്റ് ഈസ് ബൈ യുവർ ഓൺ ഫെയ്ത്ത് ദാറ്റ് യു സ്റ്റാൻഡ് ഫേം. ഞങ്ങളുടെ വിശ്വാസത്താൽ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല, നിങ്ങളുടെ വിശ്വാസത്താൽ മാത്രമേ നിങ്ങൾക്ക് ഉറച്ച് നിൽക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകണം, നിങ്ങൾ കർത്താവിൽ ഉറയ്ക്കണം, നിങ്ങൾ ആ പാറയിൽ ഉറയ്ക്കണം, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങൾ വലുതാകണം. ഇതൊക്കെയാണ് കർത്താവിന്റെ ആഗ്രഹം. കുറെ കാര്യങ്ങൾ ഇതിനകത്ത് നിന്ന് പഠിക്കാനുണ്ട്. ഇത്രയും ഈ കാര്യമൊക്കെ മനസ്സിലാക്കിയിട്ടാണ് പൗലോസ് പറയുന്നത്, നിങ്ങളുടെ കർത്തൃത്വം എനിക്ക് ഏറ്റെടുക്കാനായിട്ട് പറ്റത്തില്ല, നിങ്ങളും കർത്താവുമായിട്ട് ഉറയ്ക്കണം, പക്ഷെ നിങ്ങളുടെ ഞങ്ങൾ കൂടെ വർക്ക് ചെയ്യുക. അപ്പൊ ഈ കൂടെ വർക്ക് ചെയ്യുമ്പോൾ എന്തുകൊണ്ട്? വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ശാസനകൾ, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങൾ നിങ്ങളോട് പറയേണ്ടതായിട്ട് വരും, നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമില്ലാത്ത കത്തുകൾ അല്ലെങ്കിൽ വായിക്കാൻ ഇഷ്ടമില്ലാത്ത ലേഖനങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എഴുതേണ്ടി വരും. ഇതെല്ലാം പറഞ്ഞിട്ട് ഈ കർത്താവിദാസൻ പറയാം, ഞാൻ കർത്തൃത്വം ഒന്നും എടുക്കുന്നില്ല, നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നതേ ഉള്ളൂ. പ്രൈസിലോട് അവിടെ ആ ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു കർത്താവിന്റെ ദാസന്റെ ഹൃദയം നമുക്ക് ഈ ഭാഗങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതോടൊപ്പം തന്നെ ദൈവം നമുക്ക് തരുന്ന ആ ഒരു ഓപ്പർച്യൂണിറ്റീസ്, ഓരോ സമയത്തും മനസ്സാന്തരപ്പെടുവാൻ, കർത്താവിനോട് കൂടുതൽ അടുക്കുവാൻ, നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ, തെറ്റുകളൊക്കെ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ച് കർത്താവിനോട് ഓരോ ദിവസവും കൂടുതൽ അടുക്കുന്നത് നിത്യതയിൽ ഇതിനൊക്കെ പ്രതിഫലമുണ്ട്. കർത്താവിന്റെ നാളിൽ ലജ്ജിക്കപ്പെട്ടു പോകുവാനായിട്ട് ഇടവരത്തില്ല. അന്ന് നമ്മളെക്കുറിച്ച് പൗലോസ് പറയുന്നത്, നിങ്ങളെക്കുറിച്ച് എനിക്കും എന്നെക്കുറിച്ച് നിങ്ങൾക്കും പ്രശംസ ഉണ്ടാകും. ആ ഒടുക്കത്തെ നാളില് നിങ്ങളുടെ ആ സന്ത നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതിന് അതിനു വേണ്ടിയിട്ടാണ് താൻ ആഗ്രഹിച്ച് ഇവരോടുകൂടെ വർക്ക് ചെയ്യുവാനായിട്ട് ഈ ലേഖനങ്ങളൊക്കെ എഴുതുവാനായിട്ട് ഇടയായത്. നമ്മുടെ ലൈഫും ഇതൊന്ന് കമ്പയർ ചെയ്യേണ്ട ഒരു കാര്യം. എന്നാൽ ദൈവസഭയിലായിരിക്കുമ്പോൾ നമ്മുടെ ഒരു കൂടിവരവിനപ്പുറമായി നാം കർത്താവിൽ വളരുവാനായി, വാസ്തവമായും എന്നെ വഴക്ക് പറഞ്ഞാലും കുഴപ്പമില്ല, എനിക്ക് പെയിൻഫുൾ ആയാലും കുഴപ്പമില്ല, വാസ്തവമായും വചനം എൻ്റെ ജീവിതത്തിൽ ക്രിയ ചെയ്യണം, വാസ്തവമായി എൻ്റെ ജീവിതത്തിൽ കറക്ഷൻ നടക്കണം, വാസ്തവമായും ഓരോ ദിവസം കഴിയുമ്പോഴും കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ എനിക്ക് കൂടുതൽ അടുക്കുവാനായിട്ട് കഴിയണം, വിശ്വാസത്തിൽ എനിക്ക് കൂടുതൽ അടുക്കുവാനായിട്ട് കഴിയണം. ഈ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രോമിസുകളൊക്കെ എനിക്കുള്ളതാ. ഈ ലൗകികമായിട്ടുള്ള പ്രോമിസിനെ കുറിച്ചല്ല പറയുന്നത്. ഈ പറയുന്ന ആ സന്തോഷത്തിന്റെ പരിപൂർണത, ഈ പറയുന്ന പാപത്തിൽ നിന്ന് പൂർണ്ണമായ മോചനം, അതിന്റെ മേലുള്ള ജയം, ഇതൊക്കെ എനിക്കുള്ള പ്രോമിസുകളാണ്. അപ്പൊ ഇതിനകത്തെല്ലാം പല പല കണ്ടീഷൻസ് ഉണ്ട്. ഇതൊക്കെ അനുസരിച്ച് ഇതിനകത്തേക്ക് വരുവാൻ ഒക്കെ ദൈവം നമ്മളെ ഈ ദിവസങ്ങളിൽ സഹായിക്കട്ടെ. അതിന് വലിയൊരു ആഗ്രഹം നമ്മുടെ അകത്തുണ്ടാകണം. എപ്പോഴും ഇന്ന് പറ്റുന്ന ഏറ്റവും വലിയൊരു കുഴപ്പം, ദൈവദാസന്മാർക്ക് പറയുവാൻ പേടി, ജനത്തിൽ കേൾക്കാൻ ഇഷ്ടമല്ല. അങ്ങനെയൊക്കെയുള്ള ഒരു വല്ലാത്തൊരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആരെങ്കിലും വളരെ ഇച്ചിരി സ്ട്രിക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പറയാൻ തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മുഖം കറങ്ങും, നമുക്ക് പിന്നെ ചർച്ചയിൽ പോകാൻ സന്തോഷമില്ലാതായി മാറും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. അങ്ങനെയുള്ള ഒരു തലമുറയിൽ എത്രത്തോളം ഈ ലേഖനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആപ്ലിക്കബിൾ ആണെന്നുള്ള കാര്യം ഒന്നുകൂടെ ചിന്തിക്കുന്നത് നല്ലതായിരിക്കും.
രണ്ടാമത്തെ അധ്യായത്തിൽ അതിന്റെ 1, 2, 3, 4 വാക്യങ്ങളിൽ അതൊന്ന് വായിച്ചങ്ങ് പോകാം. അടുത്ത ദിവസങ്ങളിൽ അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഒന്ന് വായിക്കാം, 1, 2, 3, 4 വാക്യങ്ങളൊന്നും. എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളുടെ അടുക്കൽ വരുന്നത് ദുഃഖത്തോടെ ആകരുതെന്ന് ഞാൻ നിർണയിച്ചു. ഞാൻ നിങ്ങളെ ദുഃഖിപ്പിച്ചാൽ എന്നാൽ ദുഃഖിതനായവൻ അല്ലാതെ എന്നെ സന്തോഷിപ്പിക്കുന്നതാർ? ഞാൻ ഇത് തന്നെ എഴുതിയത് ഞാൻ വന്നാൽ എന്നെ സന്തോഷിപ്പിക്കേണ്ടി വരാൽ ദുഃഖം ഉണ്ടാകരുതെന്ന് വെച്ചും എന്റെ സന്തോഷം നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായിരിക്കും എന്ന് നിങ്ങളെല്ലാവരെയും കുറിച്ച് വിശ്വസിച്ചിരിക്കൊണ്ടുമാകുന്നു. വളരെ കഷ്ടവും മനോവ്യസനവും ഉണ്ടായിട്ട് വളരെ കണ്ണുനീരോടുകൂടെ ഞാൻ നിങ്ങൾക്ക് എഴുതിയത് നിങ്ങൾ ദുഃഖിക്കേണ്ടതിനല്ല, എനിക്ക് നിങ്ങളോടുള്ള വലിയ സ്നേഹം നിങ്ങൾ അറിയേണ്ടതിനത്രേ. Praise the Lord, hallelujah. ആ ഒരു ദൈവദാസന്റെ ഒരു ഹൃദയം, I wrote this letter with a great anguish and with a trouble the heart and many tears. I didn't want you to grieve you, but I wanted to let you know how much love I have for you. ഇപ്പൊ സ്നേഹമുള്ളിടത്താണ് ശാസനയുള്ളത്, സ്നേഹമുള്ളിടത്താണ് കറക്ഷൻ ഉള്ളത്. ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ഈ ജനറേഷനിലൊക്കെ ആർക്കും ശാസന ഇഷ്ടമല്ല, കറക്ഷൻ ഇഷ്ടമല്ല. നമുക്ക് എല്ലാവർക്കും നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ലൈഫിലും എല്ലാവർക്കും അങ്ങനെയാണ്. കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കൾ പറയുന്നത് ഇഷ്ടമല്ല, ദൈവദാസന്മാർ പറയുന്നത് ചർച്ചിലുള്ളവർക്ക് ഇഷ്ടമല്ല. അപ്പൊ അങ്ങനെ ഉള്ള ഒരു കാലഘട്ടത്തില് ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ശാസനയുള്ളത്, സ്നേഹമുള്ളിടത്താണ് ശാസനയുള്ളത്. കാര്യം ഇവരെല്ലാം കർത്താവിൽ മെച്ചോർഡായിട്ട് കർത്താവിൽ ഉറയ്ക്കുന്നത് കാണുവാനുള്ള ഒരു ആഗ്രഹത്തിലാണ് താനൊക്കെ പറയുന്നത്. ഇത്രയും വേദനയോടെ, പ്രയാസത്തോടെ, കണ്ണുനീരോടുകൂടെ ഞാൻ ഈ കത്ത് നിങ്ങൾക്ക് എഴുതേണ്ടതായിട്ട് വന്നത്. ഈ വചനങ്ങളെ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.